ഈ കാണുന്ന മരങ്ങളെല്ലാം ബോൺസായി ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇത് മൾട്ടി ഹെഡ് ടൈപ്പ് ബോൺസായി ആണ്. ഇത് ഫൈക്കസ് ഇനത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ സ്ലോ ഗ്രോത്ത് ആണ്. ഡ്രോയിങ്സിൽ എവറി ഡീറ്റെയിലിംഗ് ഉണ്ടാവും. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രിലിമിനറി ഡിസൈൻ ഉണ്ടാവും. അതിനുശേഷം ഒരു പ്ലാന്റിംഗ് പ്ലാൻ ഉണ്ടാവും. അതിനുശേഷം ഇറിഗേഷൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാവും. ആ പ്ലാന്റിംഗ് പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ എന്തൊക്കെ ചെടികൾ എവിടെയൊക്കെ വരുന്നു പ്ലാൻ ലിസ്റ്റ്. 10 മീറ്റർ വരെ നമുക്ക് റേഡിയസ് കിട്ടും. 15 വരെ പോവും. അപ്പൊ കൂടുതൽ വെള്ളം കൊടുക്കേണ്ടി വരും. ഇതിപ്പോ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ആംഗിൾ സെറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു 50 ഡിഗ്രി തൊട്ട് ഒരു 360 ഡിഗ്രി വരെ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഗേറ്റ് ഒക്കെ ഓൺ ചെയ്യുന്നുണ്ടല്ലോ വൈഫൈ വഴി, അതേപോലെ നമുക്ക് വൈഫൈ വഴി ഓപ്പറേറ്റ് ചെയ്യാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഒരു വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്, അത് ഒരു വീടിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത്, അതിനെപ്പറ്റി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് ഈ ഒരു വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്ത മിസ്റ്റർ കിഷോർ നമ്മളൊപ്പം ഉണ്ട്. നമസ്കാരം കിഷോർ. കിഷോറാണ് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഡിസൈനിങ് കാര്യങ്ങളും എല്ലാം ചെയ്തത്. അവരാണ് ഇത് വർക്ക് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഇത്, എവിടെയാണ് സ്ഥലം, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്? നമ്മുടെ ഓഫീസ് വന്നിട്ട് എറണാകുളം കല്ലൂരാണ്, ദേശാഭിമാനിയിൽ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് സ്പേസ് ലാൻഡ്സ്കേപ്പിംഗ് കൺസൾട്ടൻസി ആണ്. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഡിസൈൻ, എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റെനൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രോജക്റ്റ് പാലായിലാണ്. വീട് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ്. ഓൾമോസ്റ്റ് 32,000 സ്ക്വയർ ഫീറ്റ് നമ്മളിവിടെ എൻ്റയർ ഏരിയ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസൈനും എക്സിക്യൂഷനും മെയിൻ്റെനൻസും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ലാൻഡ്സ്കേപ്പ് മാത്രമല്ല, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേവിംഗ് വർക്കും അതുപോലെ നമ്മുടെ ഇറിഗേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളത് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്, ബാക്ക് ടു ഫാം, അങ്ങനെ അവരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇറിഗേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് എൻ്റയർ സാധനം ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ പ്ലോട്ട് കണ്ടാൽ തന്നെ അറിയാം, പല തട്ടുകളായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ്. തീർച്ചയായിട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സൈറ്റ് വന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം സർവേ ചെയ്യും. സർവേ ചെയ്തിട്ട് അത് ഡിസൈൻ ചെയ്യും. ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്തിട്ട് ഒന്നുകിൽ ഒരു ആർക്കിടെക്റ്റിന്റെ അപ്രൂവലോ അല്ലെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻഡ് ആണ്. നിങ്ങൾ ഈ കാണുന്ന ലാൻഡ്സ്കേപ്പ് എൻ്റയർ സാധനം ഡിസൈൻഡ് ലാൻഡ്സ്കേപ്പ് ആണ്. നമുക്ക് ഇനി ഓരോ കാര്യങ്ങളെ പറ്റി നോക്കിയാലേ, ഇപ്പൊ നമ്മുടെ ഈ ലാൻഡിന്റെ കിടപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഇതിപ്പോ നാച്ചുറലി ഇങ്ങനെ കിടന്ന മണ്ണ് ഉള്ളതാണോ, അതോ നിങ്ങൾ മണ്ണിട്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തെടുത്താണോ? ഇവിടെ ഈ ഒരു ടെറൈൻ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനെ ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്തതാണ്. ഈ പിടിപ്പിച്ചേക്കുന്ന ഗ്രാസ് പേൾ ഗ്രാസ്. താരതമ്യ പേൾ ഗ്രാസ് എന്ന് പറയുന്ന സാധനം മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടുള്ള ഒരു ഗ്രാസ് ആണ്. അതാണ് നമ്മൾ ഈ എൻ്റയർ ഏരിയ പേൾ ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഈ ഫുൾ ഏരിയ, ഇത്രയും ഏരിയയിലും ഇത് തന്നെ ഈ ഗ്രാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഗ്രാസുകളെ അപേക്ഷിച്ച് പേൾ ഗ്രാസ് യൂഷ്വലി ഇതിന് മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടുള്ള ഒരു ഗ്രാസ് ആണ്. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ റിഫ്യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ എന്താ ഒരു പാസേജ് പോലെ ഇങ്ങനെ ഒരു വാക്ക് വേ, ഇങ്ങനെ ഇത് ഡ്രൈവ് വേ നമ്മൾ ചെയ്തിരിക്കുന്ന. ഈ ഡ്രൈവ് വേ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ബാംഗ്ലൂർ സ്റ്റോണും അതിനിടയ്ക്ക് നമ്മൾ ഗ്രാനൈറ്റ് ഇന്റർമീഡിയറ്റ് കൊടുത്തേക്കുന്ന ഒരു നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അതെ. ഇവിടുന്ന് ഇത് ഒരു ഡ്രൈവ് വേ തന്നെയാണ്. ഇത് ഡ്രൈവ് വേ തന്നെയാണ്. ഈ ഡ്രൈവ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മെയിൻ റോഡിലേക്ക് പോകുന്നത്. ഇത് ബാക്കിയുള്ള വീടുകളിലേക്ക്, വീടിന്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഡ്രൈവേസ് ആണ്. ഇത് എത്ര ഏക്കർ സ്ഥലമാണ് മൊത്തം? നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് അറൌണ്ട് 32,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ലാൻഡ്സ്കേപ്പിംഗിന്റെ വലിയൊരു പ്രശ്നമാണല്ലോ ഈ അതിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അതിപ്പോ ഇത്ര ഏരിയ ഉണ്ട്. ഇവിടെ മെയിൻ്റെനൻസും ഇറിഗേഷനും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? മേജർലി നമ്മൾ ഇറിഗേഷൻ ഒരു പ്രധാന ഭാഗമാണ് എല്ലാ ലാൻഡ്സ്കേപ്പിന്റെ. ഇവിടെ നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ അതൊരു ടൈമർ വെച്ചിട്ടും അതുപോലെ തന്നെ നമുക്കത് വൈഫൈ വഴിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഓപ്പറേറ്റ് ചെയ്യാവുന്ന. അപ്പൊ ഇത് നമ്മൾ ബാക്ക് ടു ഫാം എന്ന് പറഞ്ഞ ഒരു ഇറിഗേഷൻ കമ്പനിയുണ്ട്. നമ്മൾ അവരോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിനൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. നമ്മളൊരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരത് അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് അവർ ഈ കൂടുതലും ഇതിന്റെ എവിടെയൊക്കെയാണ്. ചില ചെടികൾക്ക് വെള്ളം കൂടുതൽ വേണം, ചില ചെടികൾക്ക് വെള്ളം കുറവ് മതിയായിരിക്കും. അപ്പൊ ഡ്രിപ്പ് സിസ്റ്റം വേണോ അല്ലെങ്കിൽ സ്പ്രിംഗ്ലേഴ്സ് വേണോ, ഏതൊക്കെയാണ് അതനുസരിച്ചായിരിക്കും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാ കാര്യങ്ങളും അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ്. തീർച്ചയായിട്ടും അത് പ്രോപ്പറായിട്ട് ഡ്രോയിങ് ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ട ബാക്ക് ടു ഫാമിന്റെ എഞ്ചിനീയർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ പുള്ളികളെ പറഞ്ഞു തരുന്നുണ്ട്. മെയിൻ്റെനൻസിന്റെ കാര്യം പറയുമ്പോഴേ, ഇപ്പൊ ഈ ചെടികളൊക്കെ നിങ്ങളുടെ അതിന്റെ സർവീസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 90 ഡേയ്സിൽ നമ്മൾ ഫ്രീ ഓഫ് മെയിൻ്റെനൻസ് ആണ് ചെയ്യുന്നത്. 90 ഡേയ്സ്. അതിനുശേഷം
അതൊരു ബ്രീത്തിങ് പീരീഡാണ്. അതായത് എല്ലാ പ്ലാന്റ്സുകളും വളർന്നു വന്ന് അതൊരു ഒരു ഫുൾ ത്രോട്ടിൽ അത് വളർന്നു വരാൻ എടുക്കുന്ന ഒരു സമയമാണത്. അതിനുശേഷം നമ്മളൊരു AMC പോലെ, അതായത് ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ്, അങ്ങനെ ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു സൈറ്റിൽ നമ്മൾ പീരിയോഡിക്കലി 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് കട്ടിങ്, പ്രൂണിങ്, അതുപോലെ ഓരോ ചെടികൾക്ക് അതിനാവശ്യമായ വളവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാമോ? അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് വളം ഉൾപ്പെടെ എല്ലാ തീർച്ചയായിട്ടും അത് ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഉൾപ്പെടെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന സൈറ്റ് നമ്മൾ കൃത്യമായിട്ട് എവരി 60 ഡേയ്സ് കൂടുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇത്ര ഒരു തീർച്ചയായിട്ടും അതിനൊരു കോസ്റ്റ്, ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യും തീർച്ചയായിട്ടും. അതിനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതാണ്. അപ്പൊ ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അതിനകത്ത് ഇല്ല, നിങ്ങളാണ് നമ്മളാണ് അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തമായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇറിഗേഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് അഖില് നമ്മളോട്. അഖിൽ അല്ലേ? അതെ. ഇറിഗേഷന്റെ എല്ലാം നിങ്ങളാണ്? അതെ, അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഇറിഗേഷൻ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ആദ്യമേ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മള് ബാക്ക് ടു ഫാം എന്ന് പറഞ്ഞൊരു ഇറിഗേഷൻ കമ്പനിയാണ്. ബാക്ക് ടു ഫാം പ്രൈവറ്റ് ലിമിറ്റഡ്. കോതമംഗലത്താണ് സ്ഥാപനം. നമ്മളിപ്പം ഓൾ ഓവർ കേരള വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഇറിഗേഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറാണ് താഴെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് ഈ ടോപ്പ്, ഇവിടെ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലം ഇതാണ്. അപ്പൊ ഈ ഇത് ടാങ്ക് ആണ്, ഇത് സ്റ്റോറേജ് ടാങ്ക് ആണ്. ഒരു 25,000 ലിറ്ററിന്റെ ടാങ്ക് ആണ്. ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ പമ്പ് വെച്ചത്, നമ്മുടെ ഇറിഗേഷന്റെ പമ്പ് ഇതിലേക്ക് ഇറക്കിയിട്ടിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നത്. സബ്മേഴ്സിബിൾ പമ്പാണ് ഇതിൽ ഇറക്കിയിട്ടിരിക്കുന്നത്. 5 HP പമ്പാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഒരു 30,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഗ്രാസ്. അപ്പം 30,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ടോട്ടൽ 90 പോപ്പുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ടോട്ടൽ എൻ്റയർ ഏരിയ. അപ്പം നമുക്കൊരു 5 HP പമ്പിന്റെ ആവശ്യം വന്നു, അതുകൊണ്ടാണ് 5 HP വെച്ചിരിക്കുന്നത്. അപ്പം 2 സെക്ഷനായിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിന്റെ കൂടെ പോപ്പപ്പ് കൂടാതെ പ്ലാന്റ്സുകൾ കുറെ ഉണ്ട്. അപ്പൊ അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയും കൂടെ പമ്പിൽ 2 സെക്ഷനായിട്ടാണ്, 2 വാൽവ് ഉണ്ട്, 2 സെക്ഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം 2 തട്ടായിട്ട് 2 ഏരിയ, ഒന്ന് താഴെ ഒന്ന് ഇങ്ങോട്ടുള്ള മേളിലുള്ള ഏരിയ, അങ്ങനെയാണ്. ഫിൽറ്റർ വെച്ചിട്ടുണ്ടോ? ഇതിപ്പോ നമുക്ക് ഹെഡ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇറിഗേഷന്റെ ഒരു ഹെഡ് യൂണിറ്റ് ആണ് ഇത്. അപ്പൊ ഇതിൽ നമ്മള് ഫസ്റ്റ് നമ്മള് വെള്ളം ഒന്ന് ഫിൽറ്റർ ചെയ്യണം. കാരണം നമ്മൾ വെക്കുന്ന എല്ലാ നോസിലുകളും ഈ വെള്ളത്തിൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പെർഫോമൻസ് കുറയും. അപ്പൊ നമുക്ക് കിട്ടേണ്ട, ഇപ്പൊ 10 മീറ്റർ റേഡിയസ് കിട്ടേണ്ട പോപ്പപ്പ് ആണെങ്കിൽ 10 മീറ്റർ കിട്ടില്ല. അപ്പൊ ഒത്തിരി കുറയും. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കും. അപ്പൊ അത് പോയി അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഇവിടെ പിടിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഡിസ്ക് ഫിൽറ്റർ ആണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു 3 ഇഞ്ച് ഡിസ്ക് ഫിൽറ്റർ ആണ്. പിന്നീട് നമുക്ക് സേഫ്റ്റി വാൽവുകളുണ്ട്, എയർ റിലീസ് വാൽവുകളുണ്ട്, പ്രഷർ റിലീഫ് വാൽവുകളുണ്ട്. ഇപ്പൊ സപ്പോസ് എവിടെയെങ്കിലും നമുക്കൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വെള്ളം തള്ളി പുറത്ത് കളയും. പ്രഷർ റിലീഫ് ചെയ്യാം. പ്രഷർ റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തള്ളിക്കളയും, വെള്ളം തിരിച്ച് റിട്ടേൺ തള്ളും. അങ്ങനെ നമുക്കത് സേഫ്റ്റി വാൽവ് ആണ്. ഇതും ARV ആണ്, ഇത് നോൺ റിട്ടേൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി വാൽവുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇറിഗേഷൻ സിസ്റ്റം. പിന്നെ ഓരോന്ന് ചെയ്യുന്നതിന്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള അതിന്റെ ഡിഫറൻസ് അടിച്ച് മാറും. അപ്പൊ നമുക്ക് റിക്വയർമെന്റ് ഇത്ര ഉള്ളത് കാരണമാണ് 3 ഇഞ്ച് ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. ഇത്ര ഇല്ലെങ്കിൽ നമ്മൾ അത് വെക്കേണ്ട ആവശ്യമില്ല. ഇറിഗേഷന്റെ കാര്യം പറയുമ്പോഴേ ഓരോ ചെടിക്ക് ഓരോ രീതിയിലുള്ള ഇറിഗേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്, അതൊന്ന് ഡീറ്റെയിൽ ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഗ്രാസ് ഉണ്ടാവും, അതിനൊക്കെ ഷ്രബ്സ് ഉണ്ടാവും, ട്രീസ് ഉണ്ടാവും, ക്രീപ്പേഴ്സ് ഉണ്ടാവും, പടർന്നു കയറുന്ന. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ അതിന്റെ ഇറിഗേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഷ്രബ്സിന് നോർമലി നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യേണ്ടത്, വെള്ളം മേളിൽ നിൽക്കുക ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കൂട്ടമായിട്ട് വളരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ സിംഗിൾ ഡ്രിപ്പ് ഇടുന്നത് കുറച്ച് പോസിബിൾ അല്ല. അപ്പൊ നമ്മള് ഈ ഡ്രിപ്പ് പൈപ്പിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഡ്രിപ്പേഴ്സ് വരുന്ന ഇൻലൈൻ ഡ്രിപ്പേഴ്സ് എന്ന് പറയും. ഇത് ഇൻലൈൻ പൈപ്പ് എന്നാ പറയുന്നത്. ഇതിപ്പോ ഇതൊരു 40 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഓരോരോ ഡ്രിപ്പാണ് ഈ കാണുന്നത്. ഇത് ഓരോ 4 ലിറ്റർ പെർ അവർ, അതായത് മണിക്കൂറിൽ 4 ലിറ്റർ ഓരോ ഹോളിൽ കൂടെയും വെള്ളം വരും. അപ്പൊ ഇത് മണ്ണില് നനവ് നിന്ന് സ്പ്രെഡ് ആവും. അത്ര ടൈം എടുത്തിട്ടാണ് വെള്ളം വരുന്നത്. അപ്പൊ ആ നനവ് മേളിൽ നിൽക്കത്തേ ഉള്ളൂ, നമുക്ക് താഴോട്ട് ലീക്ക് ചെയ്ത് പോകത്തില്ല. അങ്ങനെയാണ് പ്ലാന്റ്സിന് നമ്മൾ ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഗ്രാസ് ആണ്. അപ്പൊ ഗ്രാസിന് നമുക്ക് പല ടൈപ്പ് പോപ്പപ്പുകൾ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ കോസ്റ്റ് കുറഞ്ഞ പോപ്പപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ വെള്ളം
എടുക്കും ഒരു പോപ്പപ്പ് തന്നെ. അത് നമുക്ക് വാട്ടർ ലോസ് ആണ് സത്യത്തിൽ. പുല്ലിന് എപ്പോഴും കണക്ക് പറയുന്നത് വെച്ചാൽ ഒരു 10 mm/h, അതായത് പ്രസിപ്പിറ്റേഷൻ റേറ്റ് ആ പറയുന്നത്. നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 10 mm/h, മണിക്കൂറിൽ 10 mm ഇറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ വെള്ളം നമ്മൾ താഴേക്ക് ഇറക്കി കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ടൈപ്പ് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് പോപ്പപ്പുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ നോർമൽ ഒരു 250, 350 ഒക്കെ കിട്ടുന്ന പോപ്പപ്പ് ആയിരിക്കും നമുക്ക് നോർമൽ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു 1000 മേളിലേക്കൊക്കെ പോകും. പക്ഷെ അതിന്റെ ടെക്നോളജി ഡിഫറെന്റ് ആണ്. ഇതിന് വേറെ കുറെ ഡിഫറൻസുകൾ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പലതും പല ആംഗിളിലാണ് അടിക്കുന്നത്. ഒരു കാറ്റടിച്ചാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്തില്ല. പക്ഷെ അല്ലാതുള്ള പോപ്പപ്പുകൾ കാറ്റടിക്കുമ്പോൾ തന്നെ ഡീവിയേറ്റ് ചെയ്ത് കറക്റ്റ് വെള്ളം വീഴില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും അതുകൊണ്ട് കവർ ചെയ്യും. ഫുൾ ഏരിയ നമ്മൾ ഇപ്പൊ ഈ ഏരിയ മൊത്തം കാണുന്നില്ലേ, ഈ ഏരിയ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഗ്രാസിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ടൈമറോ അല്ലാണ്ട് ഇത്ര ടൈമിൽ ഇത് ഓട്ടോമേഷൻ ആണ്, വൈഫൈ ഓട്ടോമേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം ഇവിടെ എവിടെ ഇരുന്നാണല്ലോ, ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിപ്പോ ഗേറ്റ് ഒക്കെ ഓൺ ചെയ്യുന്നുണ്ടല്ലോ വൈഫൈ വഴി. അതേപോലെ നമുക്ക് വൈഫൈ വഴി ഓപ്പറേറ്റ് ചെയ്യാം. ഇത് 2 സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ ഒരു സെക്ഷൻ, ഇതിന് മേളിൽ വേറെ രണ്ടാമത്തെ ഒരു സെക്ഷൻ. 2 വാൽവ് ഉണ്ട്. അത് 2 വാൽവ് നമുക്ക് മാറി മാറി ഓപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ടൈം വൈഫൈ വഴി സെറ്റ് ചെയ്യാൻ അങ്ങനെയാണ് നമ്മളെ ഇറിഗേഷൻ. ഇപ്പൊ മഴ സമയത്താകുമ്പോൾ ആവശ്യമില്ല, നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. സെൻസേഴ്സ് വരെ അവൈലബിൾ ആണ്. റെയിൻ സെൻസർ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മഴയത്തത് ഓൺ ആവില്ല. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഇറിഗേഷൻ ആണ് ഇവിടെ? ഇതും നമ്മൾ പോപ്പപ്പ് സ്പ്രിംഗ്ലറിൽ തന്നെ വരുന്ന പോപ്പപ്പ് റോട്ടർ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യും, റോട്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഹോളിൽ കൂടെ വെള്ളം ചീറ്റുന്ന റോട്ടേഴ്സ് ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഡിസ്ചാർജ് കുറഞ്ഞ നോസിൽസ് തന്നെയാണ് ഇതും. ഒരു 10 mm/h പ്രസിപ്പിറ്റേഷൻ ഇതിനും ഉള്ളൂ. അത് മണിക്കൂറിലൊക്കെ ഒരു 300 ലിറ്റർ വെള്ളം മാക്സിമം എടുക്കുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു 250, 350 റേറ്റ് വരുന്ന പോപ്പപ്പുകൾ 1000 മേളിൽ മണിക്കൂറിൽ ലിറ്റേഴ്സ് എടുക്കും. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 3/1 എപ്പോഴും ഇതിന്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതെ, ഇത് ഒരു 10 മീറ്റർ വരെ നമുക്ക് റേഡിയസ് കിട്ടും. 15 വരെ പോവും. അപ്പൊ കൂടുതൽ വെള്ളം കൊടുക്കേണ്ടി വരും. നമുക്കിപ്പോ ഒരു 10 മീറ്ററിൽ മതി ഇവിടെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് സെറ്റ് ചെയ്യാം, ഇത് ആംഗിൾ സെറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു 50 ഡിഗ്രി തൊട്ട് ഒരു 360 ഡിഗ്രി വരെ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാം. അപ്പൊ ആ ഏരിയയിലാണെങ്കിൽ 360 വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 180 ഡിഗ്രി മതി. കൂടുതലുള്ള ഏരിയയിൽ 360 സെറ്റ് ചെയ്യാം. 50 ഡിഗ്രിയാണ് കുറഞ്ഞത്. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഒരു എമൗണ്ട് മുടക്കുന്നതിൽ നമുക്ക് കാര്യമില്ല. ഒരു 50 ഡിഗ്രി എങ്കിലും നമുക്ക് വേണം. അതുകൊണ്ടാണ് ഒരു മിനിമം 50 ഡിഗ്രി വെച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന ഏത് രീതിയാണ്? ചെറിയ ഏരിയ ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ നമ്മള് വിഡ്ത് കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ പോപ്പപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ ഒരു 50 സെന്റിമീറ്റർ തികച്ചില്ല വീതി. അപ്പൊ നമുക്കൊരു പോപ്പപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കൂടും, എണ്ണം കൂടും, കോസ്റ്റും കൂടും. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഈ ഇത്ര ഏരിയ നനഞ്ഞാൽ മതി, ഈ ഗ്രാസ് ഏരിയ നനഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ചെറിയ മിസ്റ്റ് പോലത്തുള്ള എമിറ്റേഴ്സ്, അതായത് ഇത് ജെറ്റ് എന്ന് പറഞ്ഞ ജെയിന്റെ ഒരു മിസ്റ്റ് ആണ്. അപ്പൊ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഏരിയ നമുക്ക് നനഞ്ഞു കിട്ടുന്നുണ്ട്. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ലാൻഡ്സ്കേപ്പിംഗ് വർക്കിൽ ഓരോ ചെടികളുടെ പ്രാധാന്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഓരോ വീടിനും അല്ലെങ്കിൽ ഓരോ ഡിസൈനും അനുസരിച്ചായിരിക്കും ഓരോ ചെടികൾ സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ചെടികളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട്? ക്ലയന്റിന്റെ ആവശ്യപ്രകാരമാണോ അതോ നിങ്ങൾ ഡ്രോയിങ്? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളെ ബേസ് ചെയ്ത്. ഒന്ന് അതിന്റെ എൻവയോൺമെന്റ്, അറ്റ്മോസ്ഫിയർ, പിന്നെ ആർക്കിടെക്ചറൽ എലിമെന്റ്സ്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈനിലേക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ മരങ്ങളെല്ലാം ഇതിപ്പം നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 8-9 മാസമായ മരങ്ങളാണ്. ഇതിപ്പം ഇവിടെ ഈ ഡ്രൈവേ ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ മരങ്ങൾ വലുതായിട്ട് ഈ ഭാഗത്തേക്ക് തണൽ കിട്ടാൻ പാകത്തിലാണ് ഈ ഒരു അവന്യൂ പോലെ നിങ്ങൾ ആ കാണുന്ന മരങ്ങളും ഈ കാണുന്ന മരങ്ങളും ഈ കാണുന്ന മരങ്ങളും ഇതെല്ലാം അത്യാവശ്യം വലുതാണ്, ഷാഡോ വരുന്ന മരങ്ങളാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ ട്രീസ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കളർ ഡിഫറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടുത്തെ പ്ലാന്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റിംഗ് ആണ് വരുന്നത്. ഐ മീൻ നമ്മുടെ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഇവിടെ ഡിസൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു ക്ലസ്റ്റേഴ്സ് ഇവിടെ അങ്ങനെ ക്ലസ്റ്റേഴ്സ് ആണ്. കാരണം ഇത്ര വലിയൊരു വൈഡ് ഏരിയ, ആ വൈഡ് ഏരിയയിൽ വിസിബിലിറ്റിക്കും അതിൻ്റെ ആംബിയൻസിനും വളരെയധികം പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആ തരത്തിലാണ് ലാൻഡ്സ്കേപ്പ് ഡിസൈനിലേക്ക് പോയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് വേറെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. വേറൊരു അതെങ്ങനെ വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് ഈ വെച്ചിരിക്കുന്ന ചെടികൾ അധികം പൊക്കം പോകില്ല. പക്ഷേ ഈ നിൽക്കുന്ന മരങ്ങളാണ് ഈ സൈഡ് നിൽക്കുന്നത്. അത് ഇവിടെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അതല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന വളരെയധികം ചൂട് അടിക്കും. ആ ചൂടിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മരങ്ങൾ ഇങ്ങനെ അവന്യൂ പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ക്ലാഡിംഗ് ആണോ അതോ എന്താണ്? അല്ലല്ല, ഇത് റിയൽ സ്റ്റോൺ തന്നെയാണ്. സ്റ്റോൺ അടിച്ച് പണിതിരിക്കുന്നതാണ്. ഇതിങ്ങനെ അതിന്റെ സൈസിന് കട്ട് ചെയ്ത് പണിതിരിക്കുന്നത്. എന്റെ മേളിൽ നമ്മൾ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ കോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്.
ഒരു ഭംഗിക്ക് വേണ്ടി ബാംഗ്ലൂർ സ്റ്റോൺ കോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇതൊരു ലാൻഡ്സ്കേപ്പിന്റെ ഒരു കോൺട്രാസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ മതിലും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഒരു ഡിസൈൻ. ഈ കാണുന്ന മരങ്ങളെല്ലാം ബോൺസായി ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇത് മൾട്ടി ഹെഡ് ടൈപ്പ് ബോൺസായി ആണ്. ഇതിന്റെ പേര് ഫൈക്കസ് ആണ്. ഫൈക്കസ് ഇനത്തിൽപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതും അതുപോലെ തന്നെ ഫൈക്കസ് പ്ലാന്റ് ആണ്. ഇത് ഫൈക്കസ് ഇനത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ സ്ലോ ഗ്രോത്ത് ആണ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മുടെ ഡ്രോയിങ്സിൽ നമ്മുടെ ഡ്രോയിങ്സിൽ എവറി ഡീറ്റെയിലിംഗ് ഉണ്ടാവും. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രിലിമിനറി ഡിസൈൻ ഉണ്ടാവും. അതിനുശേഷം ഒരു പ്ലാന്റിംഗ് പ്ലാൻ ഉണ്ടാവും. അതിനുശേഷം ഇറിഗേഷൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാവും. ആ പ്ലാന്റിംഗ് പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ എന്തൊക്കെ ചെടികൾ എവിടെയൊക്കെ വരുന്നു, പ്ലാൻ ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഒരു ചെറിയ വീട് വെക്കുന്ന ഇപ്പം വലിയ രീതിയിലൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ആ ഒരു വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ. തീർച്ചയായും നമ്മൾ എത്രത്തോളം ഇന്റീരിയറിന് പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ പ്രാധാന്യമുണ്ട് ഒരു ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ബ്രീത്തിങ് സ്പേസാണ്. ഒരാൾക്കാർക്ക് ബ്രീത്ത് ചെയ്യുക എന്നുള്ളൊരു ബ്രീത്തിങ് സ്പേസ് ആണ് ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന സ്പേസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇതിനെ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്റ്റേജ് വരുന്നത് ഒരു വർക്കിന്റെ ഒരു ഫൈനൽ സ്റ്റേജിന് തൊട്ട് മുമ്പാണ് നമ്മുടെ ഒരു വർക്ക് വരുന്നത്. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റേജിലേക്ക് പോകുമ്പം അതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ അത്രത്തോളം പ്രാധാന്യമുണ്ട് ലാൻഡ്സ്കേപ്പ് ഡിസൈനും. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്ത് വെക്കണം. അതനുസരിച്ചാണ് നമ്മൾ ഈ കാണുന്ന പേവിങ്ങും നമ്മുടെ എക്സ്റ്റീരിയർ ലൈറ്റിങ്, പ്ലാന്റിങ്, ഈ പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീടിന്റെ ഡിസൈനെ പറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്? ഇത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള റനിയ ലിജോ അസോസിയേറ്റ്സ് ആർക്കിടെക്ട്സ് ആണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്. അവരാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്. ഇതിന്റെ എൻ്റയർ ഡിസൈൻസ് അവർ വീടിന്റെ ഡിസൈനും ലാൻഡ്സ്കേപ്പ് ഡിസൈൻസും നമ്മൾ അവരോട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഈ വർക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീട് നിർമ്മാണത്തിൽ അതിന്റെ എത്രത്തോളം ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രാധാന്യം ഉണ്ടെന്നതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചത്. ഉദാഹരണത്തിന് നമ്മൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു സൈറ്റിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങളിത് നിങ്ങൾക്ക് എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളൊക്കെ? ഇപ്പം ഏകദേശം ഒരു 6 സൈറ്റോളം നമുക്ക് റണ്ണിങ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, എറണാകുളം, പെരുമ്പാവൂര്, ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈവൻ സുൽത്താൻ ബത്തേരി, ട്രിവാൻഡ്രം, അങ്ങനെ പല പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രൊജക്റ്റാണിത്. ലാൻഡ്സ്കേപ്പ് പറയാനുള്ളൊരു കാര്യം, ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ ലാൻഡ്സ്കേപ്പിംഗ് ഈസ് എ ബ്രീത്തിങ് സ്പേസ് ആണത്. ആൾക്കാർക്ക് ഒരു ബ്രീത്ത് ചെയ്യാൻ, ഒരു മെന്റലി ഒരു ഇത് കിട്ടാനുള്ള സ്പേസ് ആണ്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഇത് വലിയൊരു സൈറ്റ് ആണല്ലോ, ഏരിയ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ വീടുകൾ, ചെറിയ ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ 100% നമ്മളിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് മുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് വരുന്ന ഒരു ജോബ് അല്ല. അതിനെ ഡിസൈൻ ബേസിസിലും അതിനെ വളരെ ചെറിയ ആണെങ്കിലും ഒരിക്കലും അല്ല. അത് എല്ലാ സ്കെയിലിലും നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. 100%. ഇപ്പം എറണാകുളം പോലുള്ള സിറ്റികളിൽ നമ്മൾ ചെയ്യുന്നത് വളരെ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഏരിയകളാണ് നമ്മൾ എറണാകുളം ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഒരു വലിയൊരു എമൗണ്ട് അല്ലെ ഹ്യൂജ് എമൗണ്ട് ഇരുന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയല്ല. പക്ഷേ അത് അതിന്റെ രീതിയിൽ ഒരു ആർക്കിടെക്ചറൽ എലിമെന്റ് ആയിട്ടും അതിനെ ഡിസൈൻ ചെയ്തും ആ ഒരു തരത്തിൽ അതിനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വർക്ക് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടെത്തുന്നത്. കാലങ്ങളിലൊക്കെ ആൾക്കാർ എവിടെന്നെങ്കിലും ഒരു ചെടി മേടിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയിലുള്ള സ്റ്റൈലിലുള്ള ചെടി വെക്കുക എന്നുള്ള ഇപ്പോഴാണ് ആ കോൺസെപ്റ്റ് മാറിയപ്പം നമ്മുടെ വീടുകളുടെ കോൺസെപ്റ്റ് തന്നെ മാറി. അപ്പൊ അതോടൊപ്പം തന്നെ എക്സ്റ്റീരിയർ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഇപ്പം ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങി. അത് ആൾക്കാർ വളരെ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ സ്മോൾ സ്കെയിൽ മുതൽ ലാർജ് സ്കെയിൽ വരെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ ഇറിഗേഷനും മറ്റു കാര്യങ്ങളായാലും അതും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇറിഗേഷൻ നിങ്ങൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്? കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട് ഇറിഗേഷൻ. നമ്മളിപ്പോ ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ മാത്രമല്ല, അഗ്രി ബേസ്ഡ്, ഇപ്പം റംബുട്ടാൻ തോട്ടങ്ങളായാലും അങ്ങനെയുള്ള തോട്ടം മേഖലകളിലും നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് അസോസിയേറ്റ് ചെയ്ത് പല ആൾക്കാർ മുഖേന എല്ലാവരുമായിട്ടാണ് നമ്മള് തീർച്ചയായിട്ടും നമ്മൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ആർക്കിടെക്ചർ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ സ്റ്റേജ് മുതൽ ആർക്കിടെക്റ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് അവരുമായിട്ട് ഡിസൈൻ സ്റ്റേജ് മുതലാണ് നമ്മുടെ ഒരു വർക്കിംഗ് ഏരിയ വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 15ഓളം ആർക്കിടെക്ട്, മേജർ ആയിട്ടുള്ള ആർക്കിടെക്ട്സിന്റെ കൂടെ നമ്മൾ അവരുടെ പ്രൊജക്റ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളോ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.